ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ഒരു പഫ്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പഫ്സ് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ പഫ്സ് ഉണ്ടാക്കിയിരിക്കുന്ന എയർ ഫ്രയറിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓവൻ യൂസ് ചെയ്തും ചെയ്യാം. ഇപ്പോൾ പഫ്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 250 ml കപ്പിൽ 2 കപ്പ് മൈദാപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1 കപ്പ് വെള്ളത്തിലാണ് ഞാനിത് കുഴച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് കുഴക്കണതെന്ന് വെച്ചാൽ അധികം ടൈറ്റായിട്ട് കുഴയ്ക്കാൻ പാടില്ല. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പം നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ ഒട്ടി വരും. അപ്പോൾ നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്താൽ ആ കയ്യിലെ ഒട്ടലൊക്കെ അങ്ങ് മാറിക്കിട്ടും. എന്നിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ട് നമ്മളിതൊന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് നമ്മളിത് ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് എണ്ണയിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന പാകത്തിൽ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. റെസ്റ്റിംഗ് ടൈം 1/2 hour ആണേ. അപ്പോൾ അത് അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യട്ടെ. നമുക്കപ്പോഴത്തേന് ഇതിനകത്ത് വേണ്ടുന്ന ഫില്ലിങ് റെഡിയാക്കി കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 3 സവാളയാണ് എടുത്തേക്കുന്നത്. വലിയ സവാളയാണെങ്കിൽ 3 എണ്ണം മതി. ചെറുതാണെങ്കിൽ ഒരു 5 6 സവാള എടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ചെറുതായി വഴന്ന് വന്നതിന് ശേഷം ഒരു അരമുറി തക്കാളിയും കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, ഇവയെല്ലാം കൂടെ ചേർത്ത് ഇതിൻ്റെ പച്ച മണം മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ അരപ്പെല്ലാം കൂടെ നന്നായിട്ട് അതിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ വെള്ളം നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഇതിനകത്തുള്ള ഫില്ലിംഗ് ഒക്കെ അവരവരുടെ ചോയ്സാണ്. ഞാനിപ്പം എഗ് പഫ്സാണ് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ യൂസ് ചെയ്യാം, ബീഫ് യൂസ് ചെയ്യാം, പനീർ യൂസ് ചെയ്യാം. പിന്നെ സ്വീറ്റ് പഫ്സാണ് വേണ്ടതെങ്കിൽ നല്ല പഴുത്ത ഏത്തപ്പഴം യൂസ് ചെയ്യാം. ഏത്തപ്പഴവും കുറച്ച് ഏലക്ക, തേങ്ങ ചിരകിയത്, പഞ്ചസാര ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് നെയ്യിലിട്ട് വഴറ്റിയെടുത്തിട്ട് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തെ ഫില്ലിംഗ് ഒക്കെ നമ്മുടെ ചോയ്സാണ്. പിന്നെ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഡിപ്പ് ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ആ മാവുണ്ടല്ലോ അത് നമുക്ക് കൈ കൊണ്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇത് കൈ കൊണ്ട് നന്നായിട്ട് നമുക്ക് എത്രത്തോളം ഇത് സ്പ്രെഡ് ചെയ്ത് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുമോ അതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കീറിയതുപോലൊക്കെ കാണും, അതൊന്നും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ട് എത്രത്തോളം ഞാൻ പറഞ്ഞില്ലേ എത്രത്തോളം സ്ട്രെച്ച് ചെയ്യാമോ അത്രത്തോളം സ്ട്രെച്ച് ചെയ്തിട്ട് നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മടക്കി കൊടുക്കാം.
എന്താണ് സ്ട്രെച്ച് ചെയ്തപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കീറി വന്നിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇനി ആ സൈഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു സ്ക്വയർ രൂപത്തിലിത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ബോൾസും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എയർ ഫ്രയറിലാണ് ഇത് വെക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഒന്ന് എഗ് വാഷ് ചെയ്ത് കൊടുക്കണം. എഗ് വാഷോ അല്ലെങ്കിൽ നമുക്ക് പാലും യൂസ് ചെയ്യാം. അപ്പം നമ്മൾ ചെയ്യുന്നതിന് മുൻപായിട്ട് ഓവൻ ആയാലും എയർ ഫ്രയർ ആയാലും നമ്മളൊന്ന് പ്രീഹീറ്റ് ചെയ്യണം. ഇനി ഓവനാണ് എടുക്കുന്നതെങ്കിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക. അതേ ടെമ്പറേച്ചർ തന്നെ ഒരു 10 മിനിറ്റ് നമുക്ക് വെച്ച് കൊടുക്കാം. എയർ ഫ്രയറിലും പ്രീഹീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഒരു 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എയർ ഫ്രയറിൽ ഞാനിത് പിസ്സയുടെ മോഡലിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ബ്രെഡിൻ്റെ ഓപ്ഷനുണ്ട്, പിസ്സയുടെ ഓപ്ഷനുണ്ട്, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ടല്ലോ. അപ്പം ഞാൻ പിസ്സയുടെ മോഡലിട്ടിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ എയർ ഫ്രയറിൻ്റെ ടെമ്പറേച്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ വെച്ചിരുന്നത് 200 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് ആണ്. അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള എഗ് പഫ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം.